എന്തായാലും എത്തിയ ഘട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും രണ്ട് ചേരിയായി നിൽക്കുകയാണ് പ്രവർത്തകർ. ഇവിടെ നിന്ന് ബി ജെ പി പ്രവർത്തകർ വലിയ പ്രതിഷേധം നടത്തുമ്പോൾ അവിടെ നിന്ന് അതിന് മറുപടിയുമായി CPM പ്രവർത്തകർ നിൽക്കുകയാണ്. അപ്പോൾ അത് വാഗ്വാദത്തിലേക്ക് കടക്കുന്നു. പോലീസിന് തടയാൻ കഴിയാത്ത രീതിയിൽ രണ്ടുപേരും ഏറ്റുമുട്ടുന്നു. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായി BJP ഉന്നയിക്കുന്ന 100ഓളം കള്ളവോട്ടുകൾ ഈ നിമിഷം വരെ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ മുന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ അല്പം ഇടത്തേക്ക് പോയാൽ പോളിംഗ് ബൂത്ത് കാണാം. ആ പോളിംഗ് ബൂത്തിൽ നടക്കുന്ന വോട്ടിംഗ് അത് നിർത്തലാക്കണമെന്ന ആവശ്യവുമായാണ് BJP. പോളിംഗ് ബൂത്ത് എന്ന് പറയുന്നത് ആ ചിത്തിര തിരുനാൾ ഗ്രന്ഥശാലയാണ് അല്ലേ? അവിടെയാണ് പോളിംഗ് നടക്കുന്നത്. അപ്പൊ അവിടെ കള്ളവോട്ട് നടന്നു എന്നുള്ളതാണ് BJPയുടെ ആരോപണം. ഇതാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ പ്രവർത്തകർ രണ്ട് ചേരികളായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 100-ലേറെ കള്ളവോട്ടുകൾ നടന്നു എന്നാണോ BJP പറയുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് കുന്നുകുഴി ഉൾപ്പെടെയുള്ള വാർഡുകളിൽ വോട്ടുള്ള കുറച്ചധികം ആളുകൾ, അതിൽ 100 പേരെന്നാണ് 100ഓളം വോട്ടുകൾ അങ്ങനെ നടന്നു. അങ്ങനെ കള്ളവോട്ട് നടന്നു എന്ന ആരോപണവുമായാണ് അവർ ആദ്യമായി എത്തുന്നത്. ഒപ്പം ട്രാൻസ്ജെൻഡേഴ്സ് വോട്ട് ചെയ്ത ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ളവർ, അവർക്കും ഇത്തരത്തിൽ കുറച്ചധികം വോട്ടുകളുണ്ട്. അവരും ഇരട്ട വോട്ടാണ് ചെയ്തതെന്നുള്ള രീതിയിൽ പറയുന്നു.